നാരായണ നാരായണ. സൂസനെ, അനുരാധ എഴുന്നേറ്റില്ലേ? അവൾക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? അവള് എഴുന്നേറ്റു, പക്ഷെ അവള് ഭയങ്കര വിഷമത്തിലാ ചേച്ചി. അതാ അവള് പുറത്തു വരാത്ത. എന്തിന്? ആ സീരിയലിൽ അവൾക്ക് ചാൻസ് കിട്ടുമെന്ന് അവൾ ഒരുപാട് പ്രതീക്ഷിച്ചതാ. പക്ഷെ അഭിനയിച്ച് കാണിപ്പിച്ചപ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞു. ഈ ലോകത്തെ എല്ലാം ക്ഷണികമല്ലേ, ഏതു നിമിഷവും കൈവിട്ടു പോവാം. അതിലിപ്പോ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഈ ഫിലോസഫി ആയിട്ടേ ചേച്ചി അവളുടെ അടുത്തേക്ക് പോകരുത്, അവളെ വായിരിക്കുന്ന കേൾക്കും. സൂസനെ, ഈ ലോകത്ത് സന്തോഷങ്ങളോട് തോന്നുന്ന മോഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഒന്നിനോട് ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെന്തു ദുഃഖം? ഒന്നിനോടും ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചിക്ക് സർക്കാർ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ആഹാരം കഴിക്കുന്നില്ലേ? ഇനിയിപ്പൊ ആഹാരത്തിനോട് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാൻ പറ്റുമോ? എന്റെ മോഹമൊന്നും അല്ല പ്രശ്നം, ചേച്ചിയുടെ പ്രാക്ക. ഒരു കാര്യമില്ലാതെ എന്നെ ഇന്നലെ എന്തൊക്കെ പറഞ്ഞു. അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ, നീ അങ്ങ് ക്ഷമിക്കടി. അല്ലപ്പ ഞാൻ പ്രാഗിയത് കൊണ്ടോന്നല്ല നിന്റെ ചാൻസ് പോയത്. ഞാൻ പ്രാഗിയപ്പ എന്താ, അതിന് പ്രായച്ചിത്തായിട്ട് ഞാൻ ഇന്നലെ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ, ഈശ്വര എന്റെ അനുരാധയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ. ദേ ലംബോദര മുതലാളി വിളിക്കുന്നു. ചേച്ചിയെ ഫോണിങ് എടുക്ക്, അയാളുടെ സൂക്കേട് ഞാൻ മാറ്റി കൊടുക്കാം. മനുഷ്യൻ പ്രാന്തോട്ടിരിക്കുമ്പോഴാ അയാളുടെ ഫോൺ വിളി. ഹലോ, ഞാൻ ലംബോദരനാണ്. മനസ്സിലായി മാഷേ. എന്റെ വാടകയുടെ കാര്യം എന്തായി? ഏത് വാടക? ഏത് വാടകയെന്നു? എന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നതിന്റെ വാടക. ആ വാടക തന്നതാണല്ലോ. അതല്ല പ്രശ്നം, വാടക കൂട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാടക കൂട്ടിയോ? ആര്? എന്റെ വീടിന്റെ വാടക കൂട്ടാൻ വേറെ ആർക്കും പറ്റില്ലല്ലോ, ഞാൻ കൂട്ടി. അത് മാഷി തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? തരുന്ന ഞങ്ങളൂടെ തീരുമാനിക്കണ്ടേ? എന്തിന്? എന്റെ വീട്ടിന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ അവിടെ വരുമ്പോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നീയൊക്കെ വിവരമറിയും. എങ്കിൽ പിന്നെ അത് അറിഞ്ഞിട്ടേന്റെ കാര്യം. ഈ കോമ്പൗണ്ടിൽ കാലെടുത്ത് കുത്തിയാ മാഷിന്റെ കാല് ഞാൻ വെട്ടും. എന്തിന്റെ കേടാ? എന്തൊരു അഹങ്കാരമാണ്. ഇന്നിവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എന്നെ മേക്കാര്യം. ആഹാ, ചായ ചായ. എത്ര പറഞ്ഞാലും നിനക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റൂലല്ലേ? ഇത്രയും നേരം ഈ പത്രം വെറുതെ ഇവിടെ കിടക്കുകയായിരുന്നു, അപ്പോഴെങ്ങും നോക്കണ്ട. അതങ്ങനെയാണ്, ആരെങ്കിലും വായിക്കുമ്പോഴും ഇപ്പൊ ആരെങ്കിലും ഫോൺ നോക്കുമ്പോഴായിരിക്കും നമുക്ക് നോക്കണമെന്ന് തോന്നുന്നത്. ആരെങ്കിലും പത്രം അതൊരു മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, മനുഷ്യന്റെ വൈകല്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തവന്റെ വീട്ടിലേക്ക് എത്തി നോക്കുക, ഇതേപോലെ നമ്മൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എന്താണെന്ന് നോക്കുക. നമുക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണാണെങ്കിൽ പോലും നോക്കൂല, വേറെ ആരുടെങ്കിലും ആണെങ്കിൽ പെട്ടെന്നൊന്ന് നോക്കും ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു അസുഖമാണ്. എന്തായാലും ഞാൻ പത്രം വായിക്കുന്നില്ല. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ശരിക്കും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു? നുണയാ, പച്ച നുണയാ. ഇതെന്തൊരു വാടപ്പാ. എനിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാടാ ഞാൻ പൗത്രനോട് പറഞ്ഞത്, പിച്ചാനോട് പറഞ്ഞത്. അത് പറ. പൗത്രനോട് ഞാനാ പറഞ്ഞത്, പൗത്രനോടല്ല ഡയറക്ടറിനോട്. പൗത്രനോട് ഞാൻ പഠിപ്പിച്ചാലനൊക്കെ പറഞ്ഞില്ലേ? അത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ അനുരാധ അഭിനയിക്കുന്നത് കൊണ്ടാണോ നിനക്ക് ഈ ആഗ്രഹം വന്നത്? ഞാൻ ആലോചിക്കായിരുന്നു എന്താ ഇതാ വായിന്ന് വരാത്തേന്ന്. അവൾ അഭിനയിക്കുന്ന കൊണ്ടൊന്നും അല്ല, എനിക്ക് എന്റെ ആഗ്രഹത്തിൽ ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. തീർച്ചയാണല്ലോ. ആ, തീർച്ചയാ. എന്റെ ഇച്ഛായ കുഞ്ഞുനാള് തൊട്ടേ ഈ അഭിനയ മോഹം എന്റെ ഉള്ളിലുണ്ട്, പിന്നെ ഞാനിത് പുറത്തെടുക്കുന്നില്ല എന്നേ ഉള്ളു. എന്ത് നീ പുറത്തെടുക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ എടുത്തില്ലല്ലോ, എടുക്കാൻ സമ്മതിച്ചില്ലല്ലോ. അതെ, പിന്നെ നീ എന്താ അഭിനയിക്കണ്ടെന്ന് തീരുമാനിച്ചേ? അതെനിക്ക് അഭിനയിക്കണ്ടെന്ന് തോന്നി, അത്ര തന്നെ. എന്തായാലും ആ തോന്നല് നന്നായിരുന്നു കേട്ടോ. ഇച്ഛായ പിന്നെ എന്റെ പൊന്നു, നിനക്കിതൊരു വലിയ അസുഖമാണ്. ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ സീരിയലിലും സിനിമയിലൊക്കെ ഇല്ലേ, ഈ നായികയും നായകനും കൂടെ ഒക്കെ കെട്ടിപ്പിടിച്ചും ഇങ്ങനെ അടുത്ത ഇടപഴകിയൊക്കെ അഭിനയിക്കത്തില്ലേ, അതൊക്കെ ക്യാമറ ട്രിക്കാണോ അതാ ശരിക്കും അങ്ങനെയാണോ? എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ സൈഡൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ആയത് ക്യാമറ ട്രിക്ക് ഒന്നും പറ്റത്തില്ലടി. ഇതൊക്കെ ഒറിജിനൽ ആയിട്ട് തന്നെ ചെയ്യണം. ഒറിജിനൽ ആയിട്ടാ? പിന്നല്ലാതെ. അയ്യേ, ഇവരുടെ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ഇതിപ്പോ ആ നായിക കല്യാണം കഴിച്ചാണെങ്കിൽ ആ ചെറുക്കൻ ഇതൊക്കെ സഹിക്കുവോ? എന്റെ പൊന്നു മോളെ,
അഭിനയം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, ഒരു പ്രൊഫഷനാണ്. നമ്മളൊരു പ്രൊഫഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യൂ, ഇന്നതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചാൻസ് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഈ ഞാനിവിടെ വായിച്ചിട്ടുള്ളതാ, അഭിനയം എന്ന് പറയുന്ന ക്യാരക്ടർ ആകുക എന്ന് പറയുന്നത് ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്കുള്ള ആ സമയത്ത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ അവരൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകും. അല്ലാതെ അതും കൊണ്ട് വീട്ടിൽ പോകത്തൊന്നുമില്ല. അതിന് അങ്ങനെ കാണാൻ കഴിവുള്ള സ്പൗസ് ഉണ്ടെങ്കിൽ, സ്പൗസ് എന്ന് പറഞ്ഞാൽ ഭർത്താവായാലും ഭാര്യയായാലും അങ്ങനെ കാണാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ഇതിന് വിടത്തുള്ളൂ. അതല്ലേ പല നടിമാരും ഈ കല്യാണം കഴിഞ്ഞിട്ട് അഭിനയമൊക്കെ നിർത്തിയത്. അതാണ് കേസ്. മനസ്സിലായോ? മനസ്സിലായി. അല്ല, നീ എന്തിനാ ഇപ്പൊ അത് ചോദിച്ചേ? അല്ലേ, നേരത്തെ ചോദിച്ചതേ ഉള്ളു. തീർച്ചയായിട്ടും. ഷ്യൂർ. ആ, ഇനി ഞാൻ പത്രം എടുത്തോട്ടെ? എടുത്തു. ഇടയ്ക്ക് എത്തി നോക്കരുത്. ലംബോദരൻ മാഷ്. ഹലോ, ഞാൻ ലംബോദരനാണ്. ആ മനസ്സിലായി മാഷെ, പറഞ്ഞോ. നിങ്ങൾ എപ്പോഴാ വീട്ടിലുണ്ടാവുക? ഞാൻ ആശുപത്രി പോയിട്ട് വൈകിട്ടാകുമ്പോൾ എത്തും. എല്ലാ ദിവസവും അങ്ങനെ തന്നെ, ഒരു 5 മണി കഴിഞ്ഞൊക്കെ എത്താറുണ്ട്. ശരി, അപ്പോൾ ഞാൻ 5 മണിക്ക് വരാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മാഷെ കാര്യം? പലവട്ടം ഞാൻ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞതാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന്. ഇന്നലെ ഞാൻ വന്നപ്പോ ഗേറ്റ് മുതൽ മുറ്റം വരെ വേസ്റ്റ് ഇട്ടിരിക്കുകയായിരുന്നു. മാഷെ ഒരു സെക്കൻഡേ, ഇന്നലെ മാഷ് ഇവിടെ വന്നിരുന്നോ? ആ, വന്നായിരുന്നു. എന്നിട്ട് ഇവിടെയൊക്കെ കുറച്ച് വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് എന്നെ കുറെ ചീത്ത വിളിച്ചിട്ട് പോയി. ആ വേസ്റ്റ് എങ്ങനെ അവിടെ വന്ന്? അത് വല്ല പട്ടിയും വലിച്ചിട്ടുകൊണ്ട് പോയതായിരിക്കും. തീർച്ചയാണോ? അല്ല പിന്നെ. മാഷെ, ഞാൻ ആലീസിനോട് സംസാരിച്ചായിരുന്നേ. അത് നമ്മുടെ വേസ്റ്റ് അല്ല, ഏതോ പട്ടിയും കണ്ട് വലിച്ചുകൊണ്ടിട്ടതാ. ആയിരിക്കാം. പക്ഷെ പട്ടി ഇങ്ങനെ കോമ്പൗണ്ടിൽ കയറി? അത് ഗേറ്റ് തുറന്നിട്ടുണ്ടല്ലേ? ഗേറ്റ് തുറന്നിട്ടിരുന്ന് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്? മാഷെ, ഇനി ശ്രദ്ധിച്ചോളാം. എന്ത് ശ്രദ്ധിക്കാമെന്ന്? ഇത്രയും കാലം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് പുല്ലുവിലയാ കൽപ്പിച്ചത്. ഇനി അത് പറ്റില്ല. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത് പറയാനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരുന്നു. ഹലോ, ആ മാഷെ ആലീസ. അതെ, ഈ വീടിന്റെ പരിസരത്തും ഗേറ്റിന്റെ അവിടെയും കുറച്ച് വേസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇത്രക്ക് അങ്ങോട്ട് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് പള്ളി അമ്പലമൊന്നുമല്ലല്ലോ ഇത്ര പുണ്യമായിട്ട് ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മാഷെ, ഇത്ര നിസാര കാര്യത്തിന് ഇങ്ങോട്ട് ഫോൺ ചെയ്താൽ സത്യമായിട്ട് മാഷന്റെ വായിരിക്കുന്ന കേൾക്കും. പറഞ്ഞേക്കാം. ആ, വെച്ചിട്ട് പോ. ആ, ശരിയെന്നാ. പ്രായമുള്ള ഒരു വ്യക്തിയല്ലേ? പ്രായമുള്ള ഒരു വ്യക്തിയാന്ന് അങ്ങേരും കൂടെ ചിന്തിക്കണം. ഈ വീടിന്റെ ഓണർ അല്ലേ? ഓണർ ആണെങ്കിൽ ഓണറിന്റെ സ്ഥാനത്ത് ഇരിക്കണം. ഇത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അയാളെ ന്യായീകരിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഇച്ചാൻ അയാളുടെ പക്ഷം പിടിച്ച സത്യമായിട്ട് ഇച്ചാനായിരിക്കും എന്റെ വായിരിക്കുന്ന കേൾക്കുന്നത്. നാണമില്ലല്ല. എപ്പൊ കണ്ടാലും ഭാഷ എന്നുകൊണ്ടിരിക്കും. ഇച്ചാൻ അയാളുടെ കാല് പിടിക്കാനായിട്ട് നടക്കുന്നത് അല്ല പിന്നെ. പ്രായമുള്ള ഒരു വ്യക്തിയല്ലേ? പ്രായമുള്ള ഒരു വ്യക്തിയാന്ന് അങ്ങേരും കൂടെ ചിന്തിക്കണം. ഈ വീടിന്റെ ഓണർ അല്ലേ? ഓണർ ആണെങ്കിൽ ഓണറിന്റെ സ്ഥാനത്ത് ഇരിക്കണം. ഇത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അയാളെ ന്യായീകരിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഇച്ചാൻ അയാളുടെ പക്ഷം പിടിച്ച സത്യമായിട്ട് ഇച്ചാനായിരിക്കും എന്റെ വായിരിക്കുന്ന കേൾക്കുന്നത്. നാണമില്ലല്ല. എപ്പൊ കണ്ടാലും ഭാഷ എന്നുകൊണ്ടിരിക്കും. ഇച്ചാൻ അയാളുടെ കാല് പിടിക്കാനായിട്ട് നടക്കുന്നത് അല്ല പിന്നെ. ഡോക്ടറെ. ആ ആ ആ, നമസ്കാരം ഡോക്ടറെ. ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ആലീസ് ഇല്ലേ ഇവിടെ? ആലീസ് അകത്തുണ്ട്. എന്താ സംഭവം? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? ആലീസ് ദേഹത്ത് തൊട്ടും പിടിച്ചു ഒന്നും അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? ആലീസ് പറഞ്ഞായിരുന്നു. ഈ കാര്യം ഞാൻ നേരെ ഡയറക്ടർ എന്ന് പറഞ്ഞു. ഡയറക്ടർ പറയുക, ഈ ദേഹത്ത് തൊട്ടും വിടാതെ പിന്നെ എങ്ങനെ അഭിനയിക്കുന്നതെന്നും. ഞാൻ ആലീസ് അഭിനയിക്കുന്നില്ല തീരുമാനിച്ചല്ലോ, ഇനി എന്താ പ്രശ്നം? അല്ല, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മൃഗാശുപത്രി ഷൂട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഡോക്ടറിന്റെ ഒരു എന്നാ പറയുന്ന ഒരു സഹായം വേണ്ടി വരും അവർക്ക്. ഈ സമയത്ത് ഡോക്ടറിന്റെ ഭാര്യയായ ആലീസിനെ അഭിനയിപ്പിച്ചില്ലെങ്കിൽ സാറിന് എന്തെങ്കിലും വിഷമം തോന്നുവോ, എന്തെങ്കിലും സങ്കടം വരുമോ എന്ന് അവർക്കൊരു ടെൻഷൻ. അതായത് ഷൂട്ടിനെ ബാധിക്കുമോന്നൊക്കെ. എനിക്ക് ഒരു പണക്കവും ഇല്ല, അതിന്റെ പേരിൽ എനിക്ക് ടെൻഷനും ഇല്ല. അതല്ല, ഡോക്ടർ പറഞ്ഞിട്ടാണല്ലോ ആലീസിനെ അഭിനയിപ്പിക്കണോ, ഡോക്ടറല്ലേ പറഞ്ഞു? അതെ അതെ. ഇനി അഭിനയിപ്പിക്കാതെങ്ങാനും ഇരുന്നല്ലേ അവരുടെ ഇത്ര നാളത്തെ ഷൂട്ടിനെ ബാധിക്കുവോ, ഡോക്ടർ ഇനി അവരോട് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു തോന്നല്.
അഭിനയിക്കുന്നില്ലെന്ന് ആലിസ് അല്ലേ തീരുമാനിച്ചേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അതെ, പക്ഷെ എന്നാലും ഒരു പേടി അവർക്ക്. അവരുടെ അടുത്ത് ടെൻഷൻ ഒന്നും അടിക്കാതെ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാൻ പറ. ആണല്ലേ? പിന്നെ ഡയറക്ടർ സാർ വേറൊരു ഐഡിയ പറഞ്ഞായിരുന്നു. എന്ത് ഐഡിയ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ തൊട്ടൊക്കെ അഭിനയിക്കലെന്ന്, അത് ചെയ്യണ്ട. ഈ സീരിയലിനകത്ത് വേറൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അതാകുമ്പോൾ ആരുടെയും ദേഹത്തൊന്നും തൊടത്തില്ല. പക്ഷേ ഡയറക്ടർ പറഞ്ഞനുസരിച്ച് ചെറുതാണെങ്കിലും തകർക്കും. അതെന്ത് ക്യാരക്ടറാ? എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡിനകത്ത് വന്നു പോകുന്നൊരു ക്യാരക്ടറാ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികൾ മുഴുവനും മരണം വരെ മറക്കുക എന്ന് പറഞ്ഞത്. തെളിച്ചു പറ പവിത്ര. അതായത് ഈ കഥാപാത്രം എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ്. ഈ സ്ത്രീ വർഷങ്ങളായിട്ട് ഒരു വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. പുറം ലോകങ്ങളുമായിട്ട് ബന്ധമില്ല, ആരുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ. കഥയുടെ ഒരു വഴിത്തിരിയിൽ വെച്ച് ഈ സ്ത്രീയുടെ അസുഖം കൂടുക, പെട്ടെന്ന് ഇവരങ്ങ് വയലന്റ് ആവും. ദയിച്ചായ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ വലിയ ആളാകാൻ നോക്കല്ലേ. ഈ ചായന് കഥ കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചെനകത്ത് വെക്കാം. അങ്ങനെ ഈ അസുഖം മൂത്ത് ഇവര് പെട്ടെന്ന് അക്രമാസക്തരാകും. കുറച്ചു നേരത്തിന് മുമ്പ് അക്രമാസക്തി ആയതേ ഉള്ളൂ. ഞാനിത് പറയണോ ഞാനത് പോണോ? പവിത്രം പറ, ഈ ചാനകത്ത് വെക്കാൻ. ശരി ശരി, നിങ്ങൾ പറ. കഥയാ. ഒരു കാര്യം സമ്മതിക്കരുത്. പവിത്രം പറ. അങ്ങനെ ഈ സ്ത്രീ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേക്കുന്ന പോലെ ചാടി എഴുന്നേക്കുന്നു. ചുറ്റിനും നിൽക്കുന്ന വീട്ടുകാരെ നോക്കി കുറെ ഡയലോഗ് അങ്ങോട്ട് പറയുക. ആ ഡയലോഗൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അഭിനയിക്കണം. അങ്ങനെ ഇവർക്ക് ചുറ്റിനും നിൽക്കുന്നവർ എല്ലാവരും അസഭ്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്കൊരു വെട്ടുകത്തി കിട്ടും. ഈ വെട്ടുകത്തിയും എടുത്തുകൊണ്ട് അലറിക്കൊണ്ട് ഒറ്റ ഓട്ടമാ പുറത്തോട്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയിലോട്ടല്ല, ഇങ്ങനെ ഇതെടുത്തിട്ട് ഈ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. നാട്ടുകാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ സ്ത്രീ ഓടിച്ചെന്നതും ഒരു പാണ്ടിലോറി വന്നങ്ങ് ഇടിച്ച് ചന്ന പിന്നങ്ങ് ആക്കി കളയാ. അയ്യോ, എന്തോന്ന് അയ്യോ? ഈ പാണ്ടിലോറി ശരിക്കും വന്നിരിക്കുവല്ലത്, അത് ക്യാമറ ടെക്നിക്കാ. അങ്ങനെ ഇതിനകത്ത് വേറെ പ്രശ്നം വെച്ചാല് ഇതാകുമ്പോ ആലീസിന് ആരുടെയും ദേഹത്ത് തൊടുവാൻ വേണ്ട, ആരും ആലീസിന്റെ ദേഹത്ത് തൊടുകയില്ല. ആലീസ് നേരെ പാണ്ടിലോറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി കൊടുത്താൽ മാത്രം മതി. എന്ത് പറയുന്നു? സംഗതി കൊള്ളാം, പക്ഷെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്നെ എല്ലാരും കാണുമ്പോ ഭ്രാന്തി ഭ്രാന്തി എന്ന് വിളിക്കത്തില്ലേ? എന്റെ ആലീസ് ഇങ്ങനെ അങ്ങ് മണ്ടിയായി തുടങ്ങിയാൽ എന്നാ ചെയ്യുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണ് മലയാള സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്തോരം കഥാപാത്രങ്ങൾ ചെയ്യുന്നു. പോട്ടെ, ശോഭന നാഗവല്ലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തേക്കുന്നു. ശോഭന എവിടെയെങ്കിലും ചെല്ലാൻ നേരത്തെ ആണ്ട് നാഗവല്ലി വരുന്നെന്നാണ് പറയുന്നത്. ശോഭന വരുന്നെന്നാ പറയുന്നത്, ലേഡി സൂപ്പർ സ്റ്റാർ ശോഭന. അപ്പൊ നോക്കല്ലേ? പിന്നല്ലാതെ. പിന്നെ ഡയറക്ടർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം നന്നായിട്ട് പഠിച്ച് അഭിനയിച്ച് കാണിച്ചാലേ ഈ വേഷം തരുള്ളൂ. കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ട വേഷമാണെന്ന് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കേ, എന്നിട്ട് നാളെ രാവിലെ ഡയറക്ടറിന്റെ അടുത്ത് നിന്ന് അഭിനയിച്ച് കാണിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, നന്നായിട്ട് അഭിനയിച്ചെങ്കിൽ മാത്രമേ ഈ വേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ വേറെ ആളെ എടുക്കും. ഇല്ല പവിത്ര, ഇത് ഞാൻ തകർക്കും. ഞാനിത് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല സൂപ്പറായിട്ട് അഭിനയിക്കും. പിന്നെ ഞാൻ ആരാ? ലേഡി സൂപ്പർ സ്റ്റാർ. അവിടുത്തെ പോലെ ഇവിടെയും ചിരിക്കണ്ട കേട്ടല്ലോ, ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചു. ഭ്രാന്തി എങ്കിൽ ഭ്രാന്തി. നല്ല വേഷം. നിന്റെ ആ രൗദ്രഭാവം ഉണ്ടല്ലോ, ഭ്രാന്ത് വന്നിട്ട്, ആ ഭാവം ഞാൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണട്ടെ, നിനക്ക് ഫാൻസ് ഉണ്ട്. ഈ ചായ ഇതാണ് സ്ക്രിപ്റ്റ്. ഇത് ഇന്ന് രാത്രി ഇരുന്ന് ഞാൻ നല്ല മണി പോലെ പഠിക്കും. എന്നിട്ട് ഈ ചായ നാളെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ പുഷ്പം പോലെ അങ്ങോട്ട് അഭിനയിച്ച് കാണിക്കും. അപ്പൊ ഈ ചായ നേരത്തെ അവിടെ നിന്നോട്ട് പറഞ്ഞല്ലോ, എന്താണ് പ്രതിഭാധനരായ ആക്ടേഴ്സിന്റെ കൂടെ ഈ ആലീസും ഉണ്ടാവുമെന്ന് ഞാൻ ഈ ചായനെ തെളിയിച്ച് കാണിച്ചു തരാം. കളി വേറെ മോനെ. നാളെ ഈ ചിരി മാറും. കർത്താവേ, എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യും.
കുളിക്കോളൂ. എൻ്റെ അത് എങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സീരിയൽ ഇങ്ങനെ ചാൻസ് കിട്ടാൻ വലിയ പാടായിരിക്കുമെന്ന്. എന്നാലും ദിവാരേട്ട ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് അവിടെ വരെ പോയി അഭിനയിച്ച് കാണിച്ചതാ, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ. അത് പോട്ടെന്ന്. എന്തായാലും എൻ്റെ അതിക്ക് കഴിവുണ്ടല്ലോ. ഇതല്ലെങ്കിൽ വേറൊരു അവസരം, നല്ലൊരു അവസരം വരും. അല്ലെങ്കിൽ നമുക്ക് സിനിമയെ നോക്കാമെന്ന്. എനിക്ക് നല്ല പിടിപാടുണ്ട്. അത് വിഷമിക്കേണ്ട കേസിട്ടില്ല. കരയാതെ ആരും വന്ന് കണ്ടാലേ. മിസ്റ്റർ പവിത്രൻ, തന്റെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് പൂമ്പാറ്റ് പാറി നടന്ന പോലെ നടക്കുന്ന ഈ കൊച്ചി ഇരിപ്പിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതെന്താ പറ്റിയ? ദിവാകരന്റെ സംസാര രീതിയൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ ഇരിപ്പ് കണ്ട ആരായാലും ഇങ്ങനെ സംസാരിച്ചു പോകും. കണ്ടില്ലയോ? അൾട്ടി കളഞ്ഞണ്ണാനെ പോലെ ഇരിക്കുന്നു. കളഞ്ഞല്ലോടോ താനൊരു കാര്യം മനസ്സിലാക്കണം. താൻ ഇനി എത്ര ഡീസന്റ് ആകാൻ നോക്കിയെന്ന് പറഞ്ഞാലും 2 സെക്കൻഡ് അത് കഴിയുമ്പോൾ തനി കൊണം പുറത്തു വരും. ഇയാള് കൂടുതൽ ഇങ്ങോട്ട് വിടണ്ട. അന്റെ അതെ ഇനി എടുത്തിട്ടാണ് കാര്യം. ഒന്നും പറയണ്ട. മിണ്ടാതിരുന്ന എനിക്ക് സീരിയലിൽ ചാൻസ് മേടിച്ചു തരാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് എന്തോ ആയി. എല്ലാം ചോദിച്ചിട്ട് സമാനം പറ. ദേ ഇതിപ്പോ ഞാനാണോ അവർക്ക് ഇഷ്ടപ്പെടാത്തതിനിപ്പോ എനിക്കെന്തോ ചെയ്യാൻ പറ്റും? ദേ ഇനി നോക്കിയേ, ഈ പവിത്രനൊരു കാര്യം ഏറ്റതാ. ഒരു ചാൻസ് കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നൊരു വേഷമായിരുന്നു. ഒരു സീരിയലേതാണ്ടേ ഉള്ളൂ, പക്ഷേ ജനം ശ്രദ്ധിക്കുന്ന വേഷമാണ്. എന്ത് വേഷം? ഒരു ഭ്രാന്തിയായ ഒരു സ്ത്രീയുടെ വേഷം. അത് മതി മതി. പിന്നെ അത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറയട്ടെ. ഇത് സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് മൊത്തം നമ്മൾ ആദ്യമേ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരു വഴക്കിലേക്ക് ഇത് കലാശിക്കരുത്. മൊത്തം പറ. കാരണം എന്താന്ന് വെച്ചാൽ ഇതേ സ്ക്രിപ്റ്റ് തന്നെ ആലീസും പഠിക്കുന്നുണ്ട്. അതെന്തിനാ? അതെന്താ വെച്ചാൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കളയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാ. രണ്ടുപേരും പഠിച്ച് അഭിനയിച്ച് അവരെ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആരാണോ നന്നായിട്ട് അഭിനയിക്കുന്നത് അവർക്ക് സീരിയൽ കയറാം. പവിത്ര, അത് മോശമായി പോയി. ഞാനായിരുന്നെങ്കിൽ ആലീസിനെ അറിയിക്കത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ അനുരാധയെ അഭിനയം പഠിപ്പിച്ച് ഒരു സ്റ്റാർ ആക്കിയതിന്. അറിയാം? ഇയാളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നോക്കിയാൽ മതി. അനുരാധേ സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. നേരെ നമ്മൾ റിഹേഴ്സലിലേക്ക് ചെയ്യുന്നു. ഒരു മിനിറ്റ് പവിത്രേട്ടാ, എനിക്കൊരു അല്പം ജോലി ബാക്കിയുണ്ട്. ഞാനത് തീർത്തിട്ട് നമുക്ക് ഇരിക്കാമല്ലോ. മതി. ഇപ്പൊ വരാതെ. പാവം കുട്ടി. അതിന്റെ അഭിനയത്തിനോടുള്ള അഭിനിവേശം കാണുമ്പോൾ എന്റെ രോമം വരെ പൊങ്ങി വരുന്നു. എന്റെ പോക്ക് അങ്ങോട്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ ഈ അഭിനിവേശം കണ്ടമാനം കൂട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ? അതിന് നിന്റെ വായിലെ പല്ലിന്റെ എണ്ണം കുറയും. പവിത്ര, നീ ഉദ്ദേശിക്കുന്നോട്ടൊന്നും അല്ല. എന്നെ വലിയ കാര്യമാവും. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നതെന്ന് അറിയാവോ?